ഇല്ലടാ ഇല്ല നിക്ക് ഒരു മിനിറ്റ്. ആ പറയാ ഒരു മിനിറ്റടാ. ഭാര്യയുണ്ട് ഉമ്മയുണ്ട്. ആ പറഞ്ഞോ. അതിലെന്താ മാറ്റുള്ളു? ഉറപ്പ് അടിച്ചു പൊളിക്കാം നമുക്ക്. എന്താ സംഭവിച്ചാലേ, ഞാനും ഉമ്മാനോടും ഭാര്യയോടും പറഞ്ഞിട്ടുള്ളത് പെണ്ണുങ്ങളൊന്നുമില്ല, ഞങ്ങളൊപ്പം പഠിച്ചിരുന്ന ആൺകുട്ടികൾ മാത്രമാണ് പോണതെന്നാ. അല്ലെങ്കിൽ ടൂറ് നോക്കാണ്ട് പറഞ്ഞാൽ പെണ്ണുങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യേനെയും ഉമ്മേനെയും ഒക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു കാര്യവും നടക്കില്ല. അതൊക്കെ ഒപ്പിക്ക് തന്നെ. നമുക്ക് തകർക്കട. പിന്നെന്താ സംശയം, പെൺകുട്ടികളുള്ളതല്ലേ. പഴയ ഓർമ്മയൊക്കെ പുതുക്കി പഴയ ചെറുപ്പായിട്ടാണ് മാറുന്നത്. എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ അവസരം കിട്ടുള്ളൂ അളിയാ. ഇതിപ്പോ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ ഭൂകമ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാ, ഈ എന്റെ ഭാര്യയോടും മറ്റുള്ളവരോടും എല്ലാവരോടും പറഞ്ഞോ, ആണുങ്ങൾ മാത്രമേ പോണുള്ളൂ, പെണ്ണുങ്ങളില്ലാന്ന് പറയാ. പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ നിക്കണ്ട. അതും പ്രത്യേകം എല്ലാവരോടും പറയണം. സ്റ്റാറ്റസ് ഇട്ടാൽ കണ്ടിട്ട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലേ, അതല്ലേ ഇതല്ലേ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നാ സ്വൈരം ഉണ്ടാവൂല. അത് എല്ലാരോടും പറഞ്ഞാളട്ടാ. എന്നാ ശരി, ഓക്കെ. എടോ എടി, പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലേ ചെലപ്പോ ടൂറ് പെട്ടെന്ന് ഫിക്സ് ആവുന്നു. ക്ലാസ്സിലെ കുട്ടികളെ കൂടെയോ? അതെ. അപ്പൊ അത് നാളെ ഉറപ്പാക്കി. നാളെയോ? കൊറേ ഡ്രസ്സൊക്കെ സ്ഥിരണ്ടല്ലോ. അപ്പൊ ഈന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യും വേണം ബാഗില്. അപ്പൊ എന്നാ, എത്ര ദിവസത്തിനാ? 2 ദിവസം. എന്താ സംഭവം വെച്ചാ 2 ദിവസം, 3-ാം ദിവസം എത്തും. പിന്നെ ഇതിപ്പോ ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ പോണുള്ളൂ. അപ്പൊ അത് കാരണം അല്ലാച്ചെങ്കിൽ എനിക്ക് അന്നയും ഉമ്മാനെയൊക്കെ കൊണ്ടുപോകായിരുന്നു. അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ, ഇനിയിപ്പോ നമുക്ക് പിന്നെ ഒരു ദിവസം ആവാം. പോയിട്ട് വരാം. അപ്പൊ എന്നാ ഈ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കിട്ടാ. ശരി. മോളെ, അവനെ എന്താ പറഞ്ഞെന്നറിയോ? ആരോട്? അവൻ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ട്. ടൂറ് പോകുന്ന കാര്യം. അതെന്താ വെച്ചാല് പെണ്ണുങ്ങളായിട്ട് അഴിഞ്ഞാടാൻ വേണ്ടിട്ട് അവൻ പോണത്. അയ്യോ, ഞാൻ കേട്ടു. ഞാൻ ഇവിടെ നിന്ന് മുറ്റടിച്ചോണ്ടിരിക്കുമ്പോ അവൻ അവിടെ നിന്ന് വർത്താനം പറയുന്നത് ഞാൻ കേട്ടില്ലേ. ആരോട്? ഏതോ ഫ്രണ്ട്സിനോട് പറയാ, നമുക്ക് അടിച്ചു പൊളിക്കണം, ആരോടും പറയണ്ട, അവിടെ പെണ്ണുങ്ങളോട് പറയണ്ട, ഞാനിവിടെ ആരോടും പറയൂല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം നമ്മുടെ കൂടെ വരും, അതുകൊണ്ട് ആരോടും പറയണ്ട. പിന്നെ എന്താണ്, ഫോണില് ഇടരുത് എന്ന്, എന്തോ ഇടരുത്, ഇട്ടാൽ അത് കാണുമെന്ന്. സ്റ്റാറ്റസ്. അത് ഇട്ടാ കാണുമെന്ന്. അപ്പൊ അതെന്താ പരിപാടി എന്ന് നമ്മളൊന്നും അറിയണ്ടേ? പോക്ക് ഞാൻ ശരിയാക്കി കൊടുക്കാം. അത് വേണം. പെണ്ണുങ്ങളായിട്ട് അടിച്ചു പൊളിക്കണം അത്രേ. ഞാൻ അടിച്ചു പൊളിപ്പിക്കാം. പറയാൻ കേട്ടാ. എല്ലാ പൂക്കും ഞാൻ അപ്പൊ ശരിട്ടാ. ഉമ്മ എന്തേ? അപ്പൊ ഞാൻ പോയിട്ട് വരാ. ശരി. എന്താ പറ്റി? വെള്ളം തളിച്ചു. ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാലുണ്ട്. കുടിക്കാൻ പറ്റുമോ? വെള്ളം കൊടുക്കാൻ പറ്റുമോ? അമ്മ ഒരു കാര്യം ചെയ്യും. അതെ, അപ്പുറത്തെ അബുക്കാന്റെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ ഉണ്ട്, വിളിച്ചോളെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാ. ഇതിങ്ങനെ കുറെ നേരം കിടന്നു കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. ഇടയ്ക്ക് ഞാൻ കണ്ടില്ലല്ലോ. അല്ലല്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്. അയ്യോ വേണ്ട, ഇങ്ങനെ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. അയ്യോ, ഹോസ്പിറ്റലിൽ പോവല്ലേ നല്ലത്. എന്താ പെട്ടെന്ന് ഇങ്ങനെ? റസിയ എന്ത് വിളിച്ച വിളിയും കേൾക്കണില്ലല്ലോ. ഒന്നും വേണ്ട, ഒരു ലേശം കഴിഞ്ഞ് അവളങ്ങ് ഉണർന്നോളും. ഹലോ. എടാ, അല്ല ഞാൻ ഇറങ്ങിയിട്ടില്ല.
ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. ആ അല്ല അതല്ല, വൈഫിന് പെട്ടെന്ന് ഒരു തലകറക്കും ഒരു വീഴലും ഒക്കെ ഉണ്ടായി. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ. അല്ല ഈ സമയത്ത് ഞാൻ വന്നാൽ ശരിയാവില്ല. നിങ്ങൾ പോയിക്കോ, നമുക്ക് പിന്നെ പോവാം. പോയാലോ ഹോസ്പിറ്റലിലേക്ക്? ഞങ്ങളങ്ങ് ശരിയായിക്കോളും, കുഴപ്പമില്ല. അതെങ്ങനെ? ഞാൻ പോയിട്ട് വിളിച്ചു കൊണ്ടുവരോ വണ്ടിന്നാ? നീ കാണില്ലാന്നേ ഉള്ളൂ. നീ ലേശം നേരം അവളുടെ അടുത്ത് ഇരുന്നിട്ട് ആ കാലൊക്കെ ഒന്ന് ചൂടാക്കി, കൈയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക, അപ്പം അങ്ങ് ശരിയായിക്കോളും. അവൾ എഴുന്നേറ്റുള്ളൂ. ഒക്കെ ഞാൻ ഇതിങ്ങനെ ചെയ്താവുന്നല്ലേ, ഒരു കുഴപ്പമില്ല. എന്തപ്പോ ഇത് സംഭവിച്ച്? ടൂറും പോയി ഒക്കെ പോയി, ഇത് മാറൂലേ അമ്മ? അത് മാറിക്കൊള്ളടാ. നീ കുറച്ചു നേരം അവളുടെ അടുത്ത് ആ കൈയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക, അങ്ങ് ആയിക്കോളും.